ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പവിത്രയെ കൊണ്ട് വിളിപ്പിക്കുകയാണ് നമ്മുടെ ആദർശ്. ശ്രേയ എന്ന കൂട്ടുകാരി അങ്ങനെ വിളിച്ചത് നയനയുടെ ഫോണിലേക്ക് ബെല്ലടിച്ചു. അപ്പോഴേക്കും ഫോൺ എടുത്തു. എന്താ പവിത്രയെന്ന് ചോദിച്ചപ്പം അതെ സാറിന് ശ്രേയ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എന്തിനാ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം ശ്രേയ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ സാർ അങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ പരീക്ഷിക്കലേ പവിത്രയെന്ന് നയനെ അവിടെ നിന്ന് പറയാം. ഞാൻ സാറിന് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞിങ്ങനെ കൊടുക്കണം. അപ്പം അതെന്നാ എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ സാർ അത് മേടിച്ചു. ഹലോ സാർ, ഹായ്. ആളുടെ ഡിസൈനൊക്കെ കണ്ടപ്പോൾ ഇതിലും സ്വീറ്റായിട്ടൊരു സൗണ്ടാട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ എൻ്റെ സൗണ്ട് അത്ര പോരാ സാർ എന്ന് നമ്മുടെ നയന പറയാം. അതുകൊണ്ട് ഞാൻ അധികം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. അയ്യോ, അതൊരിക്കലും പാടില്ല കേട്ടോ. ഈ ശബ്ദത്തിൻ്റെ സൗന്ദര്യവും മുഖത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതല്ലല്ലോ, അത് ജന്മനാ വന്ന് ചേരുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. ശ്രേയെ പോലെ വളരെയധികം ടാലൻറ്റ് ഉള്ളൊരു കുട്ടി വീടിനകത്ത് തളയ്ക്കപ്പെടുന്ന എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണെന്ന് ആദർശ്. നിങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടവരാണെന്നൊക്കെ പറഞ്ഞപ്പം എന്ത് ചെയ്യാനേ സാർ, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ ശ്രേയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർശ്. പെൺകുട്ടികളായാൽ ശ്രേയെ പോലെ വേണമെന്ന് ഞാൻ അവളോട് പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയും ഡിസൈനൊക്കെ വരയ്ക്കാറുണ്ടെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് പവിത്ര പേടിച്ച് നിൽക്കുക. പക്ഷേ അടുക്കളപ്പണിയും അരിക്കോലം വരയ്ക്കലൊക്കെ അറിയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ആരാ പറഞ്ഞത് അരിക്കോലം വരയ്ക്കാനും അല്ലെങ്കിൽ അടുക്കളപ്പണിയും അറിയത്തുള്ളൂ എന്നുള്ളത്? പെൺകുട്ടികളെ ഒരിക്കലും വീടിനകത്ത് തളച്ചിടരുത്, അവർക്ക് ഫ്രീഡം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തേക്കും നമ്മുടെ ആദർശം എന്തൊക്കെയോ സംശയം. സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും കിട്ടിയാലേ ആർക്കും വളരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പം ശ്രേയയുടെ സൗണ്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്തല്ലോ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോഴേക്കും ഞെട്ടി, നയനയും ഞെട്ടി, അതുപോലെ പവിത്രയും ഞെട്ടി. അത് പിന്നെ സാറിൻ്റെ വൈഫാണെങ്കിലും ഒരു പെൺകുട്ടിയെ ഇടിച്ച് താഴ്ത്തിയപ്പോൾ എൻ്റെ രക്തം ഒന്ന് തിളച്ചു പോയി, അതുകൊണ്ടാണെന്ന് നയന പറയാം. ഈ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അവർക്ക് പലപ്പോഴും അവരുടെ ടാലൻ്റ് ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും പക്ഷേ എൻ്റെ ഭാര്യയുടെ കാര്യം അങ്ങനെ അല്ല ശ്രേയ, അവൾക്ക് നാക്കാണ് കൂടുതൽ, അതിനനുസരിച്ചുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. പ്രലോഭിപ്പിക്കുകയാണ് മാക്സിമം. തലയ്ക്കകത്ത് താമസം ഉണ്ടെങ്കിലല്ലേ അതിനകത്തു നിന്ന് നല്ല നല്ല ഐഡിയാസ് വരുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇത് സ്വയം അടിമയാകാൻ വേണ്ടി ജീവിക്കുന്ന ചില ജന്മങ്ങളുണ്ട്, അതിലൊരാളാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പെൺകുട്ടികളെ അടിമകളാക്കാനാ പല ആണുങ്ങളും ശ്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നയന വീണ്ടും ഒച്ചയെടുക്കണം. കാലം പുരോഗമിച്ചിട്ടും അതിന് മാത്രം ഒരു മാറ്റവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. അത്തരക്കാരെയൊക്കെ ഇപ്പം മുക്കാല് കെട്ടി അടിക്കണമെന്ന് പറഞ്ഞപ്പം എന്താ എന്ന് ചോദിച്ചു. സർ പ്ലീസ് സർ, ഈ പെൺകുട്ടികളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നമുക്ക് അത്തരം സംസാരങ്ങൾ ഇവിടെ നിർത്താം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശ്രേയെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനറെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറയുക. തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംസാരവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്നും ആദർശ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് എനിക്ക് ശ്രേയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ സാർ, എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശ് ഇങ്ങനെ നോക്കുക. ഒരുപാട് വിലക്കുണ്ടേ, അതുകൊണ്ടാണ്. ഹസ്ബൻഡ് വളരെ സീരിയസ് ആണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശ്. ഭാര്യയെ അടിമയാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഒരിക്കലും അല്ല സാർ, എൻ്റെ ഹസ്ബൻഡ് വളരെ ജെന്റിലാണെന്ന് പറഞ്ഞു. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളെ അങ്ങനെയാ, ഭർത്താവ് എത്ര വലിയ പ്രശ്നക്കാരനാണെങ്കിലും അത് തുറന്നു പറയില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഹസ്ബൻഡ് തൻ്റെ ഭർത്താവാണെന്ന് മറ്റുള്ളവരോട് പറയൂ എന്നൊക്കെ പറഞ്ഞ് ആദർശ നയനയോട് പറയണം. ശ്രേയയും അങ്ങനെ ഒരു പെൺകുട്ടിയാണ് എന്ന് ഞാൻ കരുതിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സാർ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, പിന്നെ എപ്പോഴാണ് നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയനെ ഞെട്ടി. താനെപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് ചോദിച്ചപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ശ്രേയെ കണ്ടേ പറ്റുമെന്ന് ആദർശ് തറപ്പിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും തനിക്ക് ഇങ്ങോട്ടൊന്ന് വരേണ്ടിയും വരുമെന്ന് പറഞ്ഞു. അതും കേട്ടപ്പോൾ പവിത്രയും ഞെട്ടി. അങ്ങനെ ഞെട്ടല. ഞാൻ ശ്രേയയുടെ ഭർത്താവിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ കുട്ടി ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡം കിട്ടിയേക്കുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും ആദർശം. എന്തായാലും ഇത്രയ്ക്ക് ടാലൻ്റ് ഉള്ള ഒരു പെൺകുട്ടി ഒരിക്കലും വീടിനകത്ത് ഇടേണ്ടവളല്ലെന്നും പുറത്തൊക്കെ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ആദർശം. ശ്രേയ ഒന്ന് മനസ്സ് വെച്ചാൽ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു കഴിവുണ്ട്, അത് അധികം പെൺകുട്ടികൾക്ക് കിട്ടില്ല. ഓക്കെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത്
ഫോൺ കട്ട് ചെയ്തിട്ട് ദേ നമ്മുടെ പവിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് സംസാരം അത്ര പോരാ, പിന്നെ ചൂടാകുമ്പോൾ ശബ്ദത്തിന് നല്ല മാറ്റമുണ്ടെന്നും പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഭാര്യയാണെന്നും ഏതാണ്ട് അതുപോലുള്ളൊരു ശബ്ദമാണെന്നൊക്കെ നമ്മുടെ ആദർശ് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞു പവിത്ര. എന്നിട്ട് നോർമലായി സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ, ചൂടാകുമ്പോഴാണ് സാർ ആ മാറ്റം. ആൾ പെട്ടെന്ന് ചൂടാകുമല്ലേ എന്ന് ചോദിച്ചു. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് പ്രതികരിക്കുമെന്ന് പറഞ്ഞു പവിത്ര. വെരി ഗുഡ്. പെൺകുട്ടികളായാലേ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. വീടിനകത്ത് തളയ്ക്കപ്പെടുന്നത് കൊണ്ടായിരിക്കും സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പുരുഷന്മാർ പറഞ്ഞാൽ അത് ശ്രേയയ്ക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇയാളെ എനിക്കൊന്ന് കണ്ടേ പറ്റുമെന്നും പവിത്ര നോക്കിക്കോ, ഈ ശ്രേയ എന്ന പെൺകുട്ടിയെ ഞാൻ പുറത്തു കൊണ്ടുവരും, എന്നിട്ട് അവളുടെ കഴിവുകൾ ഈ ലോകം തിരിച്ചറിയുമെന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ അവൾക്ക് ആ നല്ല ഡിസൈനറെ നഷ്ടപ്പെട്ട് കളയരുത്. എന്നാൽ പിന്നെ പവിത്ര പോയിക്കോളാൻ പറഞ്ഞിട്ട് പവിത്രയെ പറഞ്ഞു വിട്ടു. പവിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ആ ഒരു ശബ്ദത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പവിത്രയെ കാണാനായിട്ട് അവിടുത്തെ മാനേജർ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ പവിത്രയുടെ ടെൻഷനൊക്കെ മാറിയെന്ന് ചോദിച്ചു. ഡിസൈനൊക്കെ സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സാറിന് ഇഷ്ടപ്പെടുമെന്ന്. സാർ അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ല, പവിത്ര നന്നായി സാറിനെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ താരം സത്യം പറഞ്ഞാൽ പവിത്ര തന്നെയാണെന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ആ താരപ്പകിട്ടൊക്കെ എപ്പോൾ ഇല്ലാണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ താൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഡിസൈനിൽ പ്രാവീണ്യം തെളിയിച്ച ഒരാൾക്കെതിരെ കമ്പനി ഒരിക്കലും മുഖം തിരിക്കില്ല എന്ന്. എന്നുവിടെ നിലനിൽക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പവിത്ര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരമെല്ലാം അവിടെ സംഭവിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനി പറഞ്ഞ് റെഡിയാക്കിയ ജോലിയിലേക്ക് നമ്മുടെ നന്ദു ചെല്ലുവാണ്. അപ്പോൾ അങ്ങനെ ജോലിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് നന്ദു ചോദിച്ചു. അതാരെങ്കിലും ആവട്ടെ, ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ നിന്നിൻ്റെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണ് സാർ, പിന്നെ മാത്രമല്ല എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പലരും എന്നോട് സഹായിക്കണമെന്ന് ചോദിച്ചിരുന്നു, അവരിൽ ആരെങ്കിലും എന്നെ സഹായിച്ചതായിരിക്കല്ലേ സാർ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതാരെങ്കിലും ആയിക്കോട്ടെ താൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദുവിനെ പുതിയ ജോലിക്ക് അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ജോലിയിലേക്ക് കയറി നമ്മുടെ നന്ദു അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ജോലിക്ക് ഫസ്റ്റ് ഡേ തന്നെ പോണു. അപ്പോൾ വന്ന് കയറിയതും നല്ലൊരു ഓർഡർ തന്നെ നമ്മുടെ നന്ദുവിന് കിട്ടി. അതായത് ആ കടയ്ക്ക് കിട്ടി. അപ്പോഴേക്കും അത് നന്ദുവിനോട് കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ വന്ന് കയറിയത് ഐശ്വര്യമാണെന്ന് ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ എന്ന് നന്ദു അന്നേരം ചോദിക്കാം. അതെ, എല്ലാവരും ഇപ്പം ഓൺലൈനിലല്ലേ ഓർഡർ ചെയ്യുന്നത്, അപ്പോൾ ഇച്ചിരി ഓട്ടം കൂടും കേട്ടോ എന്ന് പറഞ്ഞു ഈ മുതലാളി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ സമയമല്ലേ, ഹോട്ടലിൽ തുറന്നാലും ഫുഡ് കഴിക്കാൻ പോകുന്നില്ല, വീട്ടിലുണ്ടാക്കാനും ആരും മുതിരുന്നില്ല, എല്ലാവരും പാഴ്സലായിട്ട് വീട്ടിലേക്ക് എത്തിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദു. എല്ലാവർക്കും കൃത്യസമയത്ത് എത്തിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് പോരെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വിടുക നന്ദുവിനെ. അങ്ങനെ നന്ദുവിനെ കണ്ട് നന്ദുവിൻ്റെ ജോലിയും ആത്മാർത്ഥതയൊക്കെ തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ നന്ദു ജോലിക്കാരിയായിട്ട് അവിടെ ആ ആദ്യ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിച്ചതും ആ ഒരു ചുറുചുറുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഈ ഹോട്ടലിലെ മുതലാളി അനിയെ കണ്ടു. വേഗം തന്നെ അനിക്കരികിലേക്ക് ചെന്നു. നന്ദു അന്നേരത്തേക്കും പാഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടോ. അപ്പോൾ എന്താ മറന്നു നിന്ന് കളഞ്ഞ്, ഇത്രയും വലിയ ഓർഡർ കൊടുത്തിട്ട് നന്ദുവിനെ കാണാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ഞാനാണ് ഓർഡർ കൊടുത്തതെന്ന് നന്ദു അറിയാൻ പാടില്ലെന്ന് ചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചു അനി. അയ്യോ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അത് പറയാനും പാടില്ല കേട്ടോ. ചേട്ടൻ കരുതുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല നന്ദു. പിന്നെ ആത്മാഭിമാനം ഒരുപാടുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ആ കുട്ടിയോട് സംസാരിക്കാനെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കടക്കാരൻ പറയുമ്പം മനസ്സിലാകുന്നില്ലെങ്കിലേ ആ പോയ ആളോട് ഒന്ന് ഇടഞ്ഞു നോക്കിയാൽ മതി, വെറുതെ കയ്യിലൊന്ന് കയറി പിടിച്ചാൽ മതി, അപ്പോൾ അറിയാം ആ കൈയുടെ ചൂടെന്താണെന്ന്. ഒറ്റയ്ക്ക് നിന്ന് എന്തിനും പോകുന്ന 4-5 ആണുങ്ങളെ ഇടിച്ചൊതുക്കാൻ കപ്പാസിറ്റിയുള്ള പെൺകുട്ടിയാണ് നന്ദു എന്ന് പറയുമ്പം അയ്യോ, അപ്പോൾ സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ചേട്ടനോട് നമ്മുടെ നന്ദുവും പറഞ്ഞ് നന്ദുവിനെ കുറിച്ച് പറഞ്ഞു അനി. പിന്നെ 100% ചേട്ടൻ ആ കുട്ടിയെ വിശ്വസിക്കാം, ഒരു ചതിയോ വഞ്ചനയോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആളെയാണ് നമുക്ക് ആവശ്യം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഓർഡർ ചെയ്തോളാം, പിന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പെടുത്തുകയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളത്. അങ്ങനെ അതും കഴിഞ്ഞ് അനി അങ്ങ് പോയി. ഇന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അനന്തപുരിയിൽ ഇന്ന് സംസാരിക്കാം. ആദർശ് നയനയും കൊണ്ട് എവിടെയും പോയിട്ടില്ല. അവനാണെങ്കിൽ മോളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ഇതുവരെ അവൻ അങ്ങനെ ഒരു താല്പര്യം കാണിച്ചിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ കല്യാണം നടന്നതേ അടിയും വഴക്കുമായിട്ടാ, പിന്നെ അർഹതയില്ലാതെ കയറി വന്നെന്നല്ലേ ദേവയാനി എപ്പോഴും നയനെക്കുറിച്ച് പറയുന്നതെന്നും ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ എന്തായാലും അമ്മയെ ധിക്കരിച്ചിട്ട് ആദർശ് ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അവൾ
അവൾക്ക് അവൻ അവളും കഴിഞ്ഞിട്ട് മറ്റാരും ഉള്ളൂ എന്ന് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ നമ്മുടെ നവ്യ അതുവഴി വരുന്നത്. നവ്യ ഇവരെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു തലകറക്കമൊക്കെ ഫീൽ ചെയ്ത് തല കറങ്ങി അവിടെ അങ്ങ് വീണു. പെട്ടെന്ന് അയ്യോ മോളെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടിച്ചെന്ന് പിടിക്കുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഓടി വന്ന് അവിടെ പിടിച്ചിരുത്തുന്നു. അപ്പോഴേക്കും എന്താ പറ്റിയ മോളെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ തല ചുറ്റി വീണതാണെന്ന് പറയുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ വസുന്ധര ഇടയ്ക്ക് പറയാറുണ്ടല്ലോ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും മോൾക്കില്ല എന്ന് ഇപ്പം കണ്ടില്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു. നയനെ പേടിച്ച് നിൽക്കുക. എന്ന് വെച്ചാൽ ശരീരം ശ്രദ്ധിക്കാതെയല്ലേ നടക്കുന്നതെന്ന് അന്നേരത്തേക്കും ദേവ അവിടെ നിന്നങ്ങ് പറഞ്ഞു. അമ്മായമ്മയാണെങ്കിലോ ഇതൊന്നും അറിഞ്ഞ മട്ട് പോലും ഇല്ലെന്നും. ഇത് കേട്ടപ്പോൾ എന്നെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയാൽ ഏട്ടത്തി അത് വെറുതെ കളയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല ഉള്ള കാര്യമാണ് പറഞ്ഞതെന്ന് ദേവയ നേരം പറഞ്ഞു. അപ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു മുത്തശ്ശൻ. അയ്യോ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശ എന്ന് പറഞ്ഞപ്പോൾ ആവശ്യമില്ലെന്ന് മോളാണോ തീരുമാനിക്കുന്നത്? നമുക്ക് എന്തായാലും ദൈവം സഹായിച്ച് ഇങ്ങോട്ട് വരാൻ ഡോക്ടർമാരുണ്ടെന്നും ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്നും പിന്നെന്താ വിളിച്ചാലെന്നും മുത്തശ്ശൻ ഇങ്ങനെ ചോദിച്ചു നവ്യയോട്. അപ്പോഴേക്കും അവിടെ ജാന് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. നയനയ്ക്കാണെങ്കിൽ ടെൻഷനായി തുടങ്ങി. നയനിങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പോഴേക്കും നവ്യ നയനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ലെങ്കിൽ മുത്തശ്ശ ഡോക്ടറെ വിളിക്കണമെന്ന് ചോദിച്ചു നയന. അപ്പം മോളിങ്ങനെ പറഞ്ഞാലോ ഇനി BP വേരിയേഷൻ മറ്റും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. ആ സമയത്ത് നിർബന്ധിച്ച് വിളിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ എന്നാലും എന്താണെന്ന് അറിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കും രാവിലെ തലചുറ്റി വീണതെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും നവ്യ ഇരുന്ന് പേടിച്ച് വിറച്ചിങ്ങനെ നയനയെ നോക്കുക. നയനയാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷൻ. ആ സമയത്ത് ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജലജ പ്രാർത്ഥനയായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഡോക്ടർ വരും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ഫുൾ ഡെലിവറി ഒക്കെ കൊടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞ ആൾ ഈ ഡെലിവറിക്ക് അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ വന്ന് ഇത് വാങ്ങിച്ചപ്പോൾ നന്ദി ചോദിച്ചു ഇത്രയും ഫുഡ് എന്തിനാ, ഇത്രയും ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് ശേഷം പിന്നീട് ചേഞ്ച് തരാൻ പറഞ്ഞു. ക്യാഷ് കൊടുത്തപ്പോൾ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ചേഞ്ച് ഇല്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുക. കുഴപ്പമില്ല നന്ദു കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞു. അല്ല എന്നാൽ ഈ 125 രൂപ ബാലൻസ് എന്നൊക്കെ പറയുമ്പോഴേ എടാ നിൻ്റെ കയ്യിലുണ്ടോ ചേഞ്ച് എന്ന് കൂട്ടുകാരനോട് നന്ദു ചോദിച്ചു. എൻ്റെ കയ്യിലാകെ 19 രൂപ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് ഇല്ലാത്തത് എൻ്റെയും കുട്ടിയുടെയും കുഴപ്പമില്ലല്ലോ, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാക്കി പൈസ നന്ദുവിന് കൊടുത്തിട്ട് അയാൾ അങ്ങ് പോയി. എടി നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ചില ടിപ്പൊക്കെ തരും, അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പം എന്നാലും 125 രൂപയൊക്കെ ടിപ്പ് തരുമോ എന്ന് ചോദിച്ചു നന്ദു കൂട്ടുകാരനോട്. നീ വണ്ടി എടുക്കുക നമുക്ക് അടുത്തടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് നന്ദു പോകണം. അങ്ങനെ ഓരോരുത്തരായിട്ട് നന്ദുവിൻ്റെ ആ ഒരു പാഴ്സൽ മുഴുവൻ വാങ്ങിച്ചു. എന്നിട്ട് നന്ദുവിനെക്കുറിച്ച് കൂട്ടുകാരെല്ലാവരും, അതായത് അനിയുടെ കൂട്ടുകാരെല്ലാവരും വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് നന്ദു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനിയോട് പറയുന്നു. അതുപോലെ തന്നെ ഈ ബാലൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പൈസയുടെ ആർത്തിയുള്ള പെൺകുട്ടിയല്ലെന്നും അങ്ങനെ നന്ദുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരോടും അനി പറയാം. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ ഫുഡ് ഡെലിവറിയൊക്കെ നടത്തി തൻ്റെ ജോലികൾ ഇങ്ങനെ നല്ല ഭദ്രമാക്കി കൊണ്ട് നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ നവ്യ ഇങ്ങനെ നയനയുടെ തോളിൽ ഇങ്ങനെ തളർന്ന് കിടക്കുക. എല്ലാവരും കൂടെ നിൽപ്പുണ്ട്. എല്ലാവർക്കും ആകെ ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളും, നവ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരിത്. പെട്ടെന്ന് ഡോക്ടർ വന്ന് നവ്യയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ BP നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് BP ഒക്കെ നോർമലാണെന്നും പിന്നെ ഞാൻ തന്ന വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ കൃത്യമായി കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു ഡോക്ടർ. ഉണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നവ്യ ഒരു നോട്ടം. അപ്പോഴേക്കും ഇല്ലെന്നുള്ള രീതി തലയാട്ടാൻ പറഞ്ഞു കാണിക്കുവാണ് നവ്യ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തുടക്കത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. നവ്യയിൽ അങ്ങനെ സാധാരണ പെൺകുട്ടികളെ പോലെ തളർച്ചയും ക്ഷീണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയുകയാണ് നേരം ജാനു ഡോക്ടറോട്. ഒരു ചിരിച്ചു നമ്മുടെ ഡോക്ടർ. നവ്യ അത്രയ്ക്ക് ഹെൽത്തിയാണ്, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നവ്യ എല്ലാവരും നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചു. അപ്പം ശരിയെന്ന് പറഞ്ഞു നമ്മുടെ ഡോക്ടർ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഈ സമയത്ത് ഉറക്കം പ്രധാന മോളെ നന്നായിട്ട് ഉറങ്ങണമെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നു. രാത്രിയിൽ എനിക്കൊരു ഗ്ലാസ് പാല് തരാറുണ്ട്, ഇനി അതിനകത്ത് ഉറങ്ങാതിരിക്കാൻ വല്ലതും കലർത്തുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നവ്യ. അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അടുക്കളയിൽ കയറിക്കൂടെ എന്ന് ചോദിച്ചു ആദർശ് ഇറങ്ങി വന്ന്. നിനക്ക് വേണ്ടതോ നിനക്ക് തന്നെ എടുത്ത് കഴിച്ചുകൂടെ എന്നും ചോദിച്ചു. അപ്പോഴേക്കും എനിക്ക് വയ്യാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് നവ്യ പറഞ്ഞപ്പം വയ്യാത്തത് കൊണ്ടല്ല, നവ്യയ്ക്ക് അതിന് കഴിയില്ല, അതാണെന്ന് ആദർശ് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും നോക്കുക. രാവിലെ
കോലം വരയ്ക്കുന്നത് തൊട്ട് രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാം ജോലികളാണ് നയന ഇവിടെ ചെയ്യുന്നത് എന്ന് നിനക്കറിയാമോ എന്ന് ആദർശ് ചോദിച്ചപ്പോഴത്തേക്കും ദേവയാനി ഞെട്ടി. അപ്പം അതും മോൻ പറഞ്ഞത് കറക്റ്റാ. നവ്യ വന്നതിൽ പിന്നെ മീനാക്ഷിക്ക്, നയനമോൾ വന്നതിൽ പിന്നെ മീനാക്ഷിക്ക് പോലും ജോലി കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ജാനു. സാധാരണ മൂത്തവരെ കണ്ടു പഠിക്കണമെന്നാണ് പറയാറ്. ഇവിടെ നേരെ തിരിച്ചാ. നവ്യ അനിയത്തിയെ കണ്ടാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. പിറകെ നയനയും പോയി. അപ്പം മോള് പോയി റെസ്റ്റ് എടുക്കും മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി നവ്യയും പറഞ്ഞു വിട്ടു. അങ്ങനെ ഓരോരുത്തർ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ചേച്ചി, അവളുടെ നയനയോടുള്ള അവൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറ്റി. അതാണ് അവനിപ്പോൾ ഇവിടെ പറഞ്ഞതെന്നും അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ഈ ജലജ ഇത് കുത്തിത്തിരിപ്പായിട്ട് ദേവിയോട് പറയുമ്പോൾ ജാനു ചോദിച്ചു. അവൻ പറഞ്ഞൊക്കെ ശരി തന്നെയല്ലേ? അയ്യോ ആണ്, ഇനി അതിൻ്റെ പേരിൽ ഞാനൊരു തർക്കത്തിനൊന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊക്കെ അമ്മ പുറമ്പോക്ക് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞ്, പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതിയതെന്നൊക്കെ ജലജ പറയണം. എന്ന് വെച്ചാലേ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചതിൻ്റെ 1000 മടങ്ങാണ് ഏട്ടത്തിയുടെ മകനെ സ്നേഹിച്ചത്. അവനിപ്പോൾ അവൻ്റെ ഭാര്യ മതി. അമ്മയാണോ ഭാര്യയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ദേവയുടെ കിളി പോയില്ലേ. ജലജ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ആ ഒരു വിഷം ഇങ്ങനെ നമ്മുടെ ദേവയുടെ മനസ്സിൽ ജലജ ഇങ്ങനെ തിരികെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.